ഹായ് ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് PYQ സെക്ഷൻ പാർട്ട് 2 സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ 2022 മുതൽ 24 വരുന്ന 60 PYQ സ്പെഷ്യൽ ടോപ്പിക് സെക്ഷനുകളും ഇന്നത്തെ വീഡിയോയിൽ 2016 മുതൽ 17, 18 വരെയുള്ള സെക്ഷനുകളും മൊത്തം 60 PYQ സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി 2017 20 ചോദ്യങ്ങൾ. തേക്ക് മ്യൂസിയം ഓഫ് കേരള ലൊക്കേറ്റഡ് ഇൻ നിലമ്പൂർ. തേക്കിൻ്റെ നാട് നിലമ്പൂർ. നിലമ്പൂർ കനോലി പ്ലോട്ട്. ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള പെരിയാർ. ഫസ്റ്റ് നാഷണൽ പാർക്കും ഏറ്റവും വലുതും പെരിയാറാണ്. പോർത്തൂസ് മലബാറിക്കസ് എന്ന ഡച്ച് ഗ്രന്ഥം എന്തിനെ കുറിച്ചാണ്? മെഡിസിനൽ പ്ലാന്റ്. വെൻ വാസ് ദ നോഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്ന ആശയം ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് 972. നീലക്കുറിഞ്ഞി സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള? നീലക്കുറിഞ്ഞി നമ്മൾ പാർട്ട് 1 കണ്ടവർക്കറിയാം. നീലക്കുറിഞ്ഞി തനി പലതവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. ഇടുക്കി. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം തിരുവനന്തപുരത്തടക്കം പല ജില്ലകളിൽ വരയാടുകളെ കാണാം. വരയാടിൻ്റെ സംരക്ഷണത്തിൽ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത് ഇരവികുളം നാഷണൽ പാർക്ക്. നീലക്കുറിഞ്ഞി കുണോ പ്രൊജക്റ്റ് കണക്ഷൻ വിത്ത് വിച്ച് അനിമൽ? കുണോ പ്രൊജക്റ്റ് ചീറ്റ. PSC ആൻസർ കീ ലയണായിരുന്നു, തെറ്റാണ്. പ്രൊജക്റ്റ് ചീറ്റ 2022 ലോഞ്ച് ചെയ്തത്. ഇത് 2017 ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നമീബിയയിൽ നിന്നുമായിട്ട് ചീറ്റയെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക. ഓക്കെ. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറസ്ട്രി? ഇന്ത്യൻ ഫോറസ്ട്രിയുടെ പിതാവ് ബ്രാൻഡിസ്. ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്? 6. 2017 ക്വസ്റ്റ്യൻ. അന്ന് 6 ആയിരുന്നു. നിലവിൽ ഇപ്പോൾ 2022 ആക്ട് അമെൻഡ് ചെയ്തു. നിലവിൽ 4 ഷെഡ്യൂളാണുള്ളത്. ഷെഡ്യൂൾ 1 പ്രൊട്ടക്റ്റഡ് അനിമൽ, അതായത് ഹൈലി പ്രൊട്ടക്റ്റഡ് അനിമൽ ടൈഗർ, എലഫൻറ്റ്. ഷെഡ്യൂൾ 2 ലെസ്സർ പ്രൊട്ടക്ഷൻ റെപ്റ്റൈൽസ്, ബേർഡ്സ്, അങ്ങനത്തെ അനിമൽസ്. ഷെഡ്യൂൾ 3 പ്ലാന്റ്സ്. ഷെഡ്യൂൾ 4 സൈറ്റ്സ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പ്രിസ്ക്രൈബ് ചെയ്ത അനിമൽസ്. ഇങ്ങനെ 4 ഷെഡ്യൂളുകളാണ് 2022 അമെൻമെന്റിന് ശേഷം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോറസ്റ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് ആഫ്റ്റർ വിച്ച് അമെൻമെന്റ്? ഓക്കെ, ആൻസർ 89A. 42ാമത്തെ അമെൻമെന്റിന് ശേഷം ഫോറസ്റ്റുകളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി. അസാഡിറാക്റ്റിൻ ഒബ്റ്റൈൻഡ് ഫ്രം? അസാഡിറാക്റ്റിൻ ലഭിക്കുന്നത് നീമിൽ നിന്നാണ്. ഇതൊരു ബയോളജിക്കൽ പെസ്റ്റിസൈഡ് ആണ്. അനദർ നെയിം ഫോർ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ അഫോറസ്റ്റേഷൻ, സോഷ്യൽ ഫോറസ്ട്രി. വിച്ച് ഈസ് ദ ഓൺലി ഏപ്പ് ഇൻ ഇന്ത്യ? ഹൂളോക്ക് ഗിബ്ബൺ. ഹൂളോക്ക് ഗിബ്ബൺ ഓൺലി ഏപ്പ് ഇൻ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ കണ്ടുവരില്ല. ആസാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണ് ഹൂളോക്ക് ഗിബ്ബൺ കാണപ്പെടുന്നത്. ആൻ എക്സാമ്പിൾ ഫോർ എക്സോട്ടിക് സ്പീഷീസ് ഇൻ ഇന്ത്യ? എക്സോട്ടിക്, ഡൊമസ്റ്റിക് അല്ലാത്തത്. യുക്കാലിപ്റ്റസ്, പുറത്തുനിന്ന. ഇത് ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് PYQ. 2022-23 ഈ ക്വസ്റ്റ്യൻ യുക്കാലിപ്റ്റസ് ഓപ്ഷനിൽ ആവർത്തിക്കുന്നുണ്ട്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ കാണുക. 60 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വിവിപാരി ഫൗണ്ട് ഇൻ? ആൻസർ മാംഗ്രോവ്, കണ്ടൽ കാടുകളിലാണ് വിവിപാരി കാണുന്നത്. ഇതും ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നുണ്ട്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഷെൽട്ടർ ബെൽറ്റ്? ഷെൽട്ടർ ബെൽറ്റ് പ്രധാനമായും കാണുന്നത് കാറ്റുള്ള ഏരിയയിലാണ്. പ്രൊട്ടക്ഷൻ ഫ്രം വിൻഡ്, കാറ്റിൽ നിന്നുള്ള സംരക്ഷണത്തിന്. ക്യോട്ടോ പ്രോട്ടോകോൾ? ക്യോട്ടോ ജപ്പാനിലാണ്. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടത്. ആസ് പെർ ഫോറസ്റ്റ് പോളിസി, പെർസെൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് ഇൻ പ്ലെയിനിൽ 33%. വിച്ച് സ്പീഷീസ് ഈസ് നോൺ ഫോർ അയൺ വുഡ് ഓഫ് മലബാർ? അയൺ വുഡ് ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആവർത്തിച്ച ചോദ്യമാണ്. ഹോപ്പിയ പാർവിഫ്ലോറ. ഇതൊരു പ്ലാന്റ് ആണ്. കമ്പകം. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങാണ്ട് പാർട്ട് 1 പറയുന്നുണ്ട്, കമ്പകം ചോദിക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജും തുടങ്ങിയ നിർമ്മിതികൾക്ക് ഉപയോഗിക്കുന്ന മരം ഏതാണെന്ന് ആവർത്തന സാധ്യതയുള്ളതാണ്.
നോട്ട് ചെയ്യുക, മറക്കരുത്. വിച്ച് ഈസ് ആൻ എക്സ്റ്റിങ്ക്റ്റ് മാമൽ ഫ്രം ഇന്ത്യ? ചീറ്റ. 952 ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. 2022 നമ്മൾ പ്രൊജക്റ്റ് ചീറ്റ ലോഞ്ച് ചെയ്തു. സെപ്റ്റംബർ 17 ഒരു കറണ്ട് അഫയർ വരുന്നത് കൊണ്ട് തന്നെ സാധ്യതയുള്ളതാണ്, നോട്ട് ചെയ്യുക. അതായത് ആദ്യം നമീബിയയിൽ നിന്നും പിന്നീട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമായിട്ട് ചീറ്റകളെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിച്ചു. തിരഞ്ഞെടുത്തത് കുണോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. സ്റ്റെമ്പ് പ്ലാന്റിംഗ് റെക്കമെൻഡഡ് ഫോർ? സ്റ്റെമ്പ് അതായത് തൈ അല്ലെങ്കിൽ പ്ലാന്റിൽ ഒരു തൈ നട്ടുകൊണ്ടുള്ള കൃഷി രീതി തേക്കിലാണ്. ഇപ്പൊ തേക്ക് ഇമ്പോർട്ടൻ്റ്. 2 വട്ടം തേക്കിനെ കുറിച്ച് ചോദിച്ചു. ഇത് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തന്നെ. ഫാദർ ഓഫ് ട്രോപ്പിക്കൽ ഫോറസ്ട്രി? ഡൈട്രിക് ബ്രണ്ടിസ്. ബ്രണ്ടിസ് നമ്മൾ കണ്ടു. ഫാദർ ഓഫ് ഇന്ത്യൻ ഫോറസ്ട്രി. റിപ്പീറ്റേഷൻ, തുടർച്ചയായ അടുത്ത വർഷങ്ങളിൽ റിപ്പീറ്റേഷൻ. ഫസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ കേരള? പെരിയാർ. സയന്റിഫിക് നെയിം ഫോർ ഇന്ത്യൻ ലാബർണം? ക്ലാസിക്ക ഫിസ്റ്റുലയാണ് ആൻസർ. സന്താലം ആൽബം സാൻഡല്, ചന്ദനം. ടെക്ടോണ ഗ്രൻഡിസ് തേക്കിന്റെ ശാസ്ത്രീയ നാമം? അസാഡിറക്റ്റ ഇൻഡിക്ക, നീം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പേപ്പർ ഇൻഡസ്ട്രി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യ അറ്റ് വെസ്റ്റ് ബംഗാൾ. ഇന്ത്യൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ, അല്ല 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് ആയി ചോദിച്ചിരുന്നു. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട്. 2 വർഷത്തിൽ ഒരിക്കലാണ് റിപ്പോർട്ട് ചോദിക്കുക. പ്രൊജക്ട് എലഫന്റ് ലോഞ്ച് ചെയ്തത്? റിപ്പീറ്റേഷൻ, 992. ടൈഗർ 973. ചീറ്റ 2022. ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ 2 എക്കോസിസ്റ്റം? എക്കോടോൺ. രണ്ടെണ്ണത്തിന്റെ നടുവിലുള്ള ഏരിയ. ഇവിടെയായിരിക്കും എക്കോസിസ്റ്റത്തൊക്കെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കാണപ്പെടുക. ഓപ്പറേഷൻ ഒലീവിയ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സീ ടർട്ടിൽ. ഒലീവ് സീ ടർട്ടിൽ എന്ന സ്പീഷീസ് ഉണ്ട്. ആർട്ട് ആൻഡ് സയൻസ് ഓഫ് കൾട്ടിവേറ്റിംഗ് ഫോറസ്റ്റ് ട്രീസ് ആർ കോൾഡ്? സിൽവികൾച്ചർ. വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് എനാക്റ്റഡ് ഇൻ ഇയർ ഓഫ്? 972. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ കാണപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. യുണൈറ്റഡ് നാഷൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2017 നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് 2024 നടന്നത് ബക്കു, അസർബൈജാൻ. 2025 നടക്കാൻ പോകുന്നുള്ളൂ. ഈ നവംബർ മാസം നടക്കാൻ പോകുന്നത് ബേലേം, ബ്രസീലിൽ. ഓക്കെ. ബാംബു ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ? സെപ്റ്റംബർ 18. വിവിപാരി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്? ഹാലോഫൈറ്റ്. നമ്മൾ കണ്ടു മാംഗ്രോവ്സിലാണെന്ന്. ഹാലോഫൈറ്റ് എന്ന് പറയുന്ന മറൈൻ, കുറച്ച് സാൾട്ടി കണ്ടന്റ് വരുന്ന ഏരിയക്കാണ്. ഗ്രാസ് ലാൻഡ് ഇൻ സെൻട്രൽ യൂറേഷ്യ ആർ കോൾഡ്? സ്റ്റെപ്പിസ്. സാവന്ന ആഫ്രിക്ക ട്രോപ്പിക് ഏരിയയിലും പ്രയറി നോർത്ത് അമേരിക്കയിലും പമ്പസ് അർജന്റീന വരുന്ന സൗത്ത് അമേരിക്കയിലും കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡുകളാണ്. ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി റിസർവ് ഇൻ ഇന്ത്യ? ലാൽവാൻ, പഞ്ചാബ്. പ്ലാന്റ് ഗ്രോവിംഗ് ഇൻ ഡിസേർട്ട് ആർ കോൾഡ്? 97B എരമോക്രം. 97C ആണ് എരമോഫൈറ്റ്. ഡിസേർട്ടിൽ വളരുന്ന പ്ലാന്റ് സ്പീഷീസ്. ഓക്കെ. ഇതിൽ ഹാലോഫൈറ്റ് നമ്മൾ പറഞ്ഞു മറൈനായി വരുന്ന സലൈൻ ഏരിയയിലാണ്. സീറോഫൈറ്റ് എന്ന് പറയുന്നത് ഡ്രൈ, കുറച്ച് അറിഡായി വരുന്ന ഏരിയയാണ്. ഡിസേർട്ട് ലൈക്ക് കണ്ടീഷൻ. വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഹാസ് ലാർജസ്റ്റ് ഏരിയ അണ്ടർ? കണ്ടൽക്കാട് കൂടുതൽ കേരളത്തിൽ കണ്ണൂർ. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജബൽപൂർ, മധ്യപ്രദേശ്. വേൾഡ് കൺസർവേഷൻ ഡേ ഈ സെലിബ്രേറ്റഡ്? ജൂലൈ 28. ഇതും PSC ആവർത്തിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ PYQ മസ്റ്റ് ആണ്, നോക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോവാറൂ. ബീറ്റ് ഫോറസ്റ്റ്, ഫയർമാൻ, സിവിൽ എക്സൈസ് തുടങ്ങിയ +2 ലെവൽ യൂണിഫോം എക്സാമിനല്ല സ്പെഷ്യൽ ടോപ്പിക് വരുന്ന 20 ഒരുപാട് തവണ PSC ചോദിച്ചു കണ്ടിട്ടുണ്ട്.
ഒഴിവാക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക, നോക്കിയിട്ട് പോവുക. നമ്മുടെ തന്നെ പാർട്ട് 1 60 PYQ ക്വസ്റ്റ്യനും പാർട്ട് 2 ഈ വീഡിയോയിൽ നമ്മൾ 60ഉം, ഇനി ബാക്കി വരുന്നത് 19, 20, 21 വർഷത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് ഏതെങ്കിലും എടുക്കണമെങ്കിൽ നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസ് ഇനി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഇൻട്രാക്ഷൻ കമൻറ്റ് സെക്ഷനായിട്ടും മറ്റും പറയുകയാണെങ്കിൽ നമ്മൾ ബീറ്റ് ഫോറസ്റ്റിൻ്റെ പല സ്പെഷ്യൽ ടോപ്പിക് തന്നെ ഫ്രീ ആയി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം റെസ്പോൺസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക, ചെയ്യുന്നതായിരിക്കും. അടുത്തായി 2016 ബീറ്റ് ഫോറസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. പോപ്പുലേഷൻ ഓഫ് ക്രിറ്റിക്കലി എൻഡാഞ്ചേർഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് രാജസ്ഥാൻ, ഗുജറാത്ത് ഏരിയയിലായിട്ട് കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. മൈഗ്രേറ്റിംഗ് സ്പീഷീസ് ആണ്. ഡിക്ലൈനിങ് ഡ്യൂ ടു ഹാബിറ്റാറ്റ് ലോസ്, ഫ്രീക്വന്റ് പോച്ചിങ്, കൺസ്ട്രക്ഷൻ ഓഫ് വിൻഡ് മില്ല്. All of the above. In ecology, term carrying capacity means its population says that the environment can sustain indefinitely. അതായത് സ്പെസിഫിക് ആയി പറഞ്ഞ നിലവിലെ ഒരു എക്കോസിസ്റ്റത്തിലുള്ള റിസോഴ്സ് അനുസരിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ സൈസ് ആണ് ക്യാരിയിങ് കപ്പാസിറ്റി. PSC ആൻസർ ഓപ്ഷൻ സി ആണ്. കൂടുതൽ യോജിക്കുന്നതും ഈ ഒരു സി തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് റീജിയൻ ഇൻ ഇന്ത്യ ഈസ് എ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ആവർത്തന ചോദ്യമാണ്. വെസ്റ്റേൺ ഗട്ട്സ്. ആസ് പെർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫോളോവിങ് ഈസ് നോട്ട് എ പ്രൊട്ടക്റ്റഡ് ഏരിയ കാറ്റഗറി. ബയോസ്ഫിയർ റിസർവ്. ടേം എക്കോട്ടോൺ. ആവർത്തനമാണ്. എക്കോട്ടോൺ ട്രാൻസിഷൻ ഏരിയ ബിറ്റ്വീൻ ടു ബയോം. ബാക്ടീരിയ ഫൗണ്ട് ഇൻ ദ റൂട്ട് നോഡ്യൂൾ ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ് ആർ. Rhizobia. National animal of India is designated by national animal tigress, Panthera tigris. Lac is obtained from secretion of insect. Symbiotic association where both partners benefited, mutualism. Parasitism, ഒന്ന് ബെനഫിറ്റും ഒന്നിന് ഹാമും ചെയ്യും. കമൻസാലിസം ഒന്നിനെ ബെനഫിറ്റും ചെയ്യും, ഒന്നിന് ഒരു ഗുണമില്ല ദോഷമില്ല. കമൻസാലിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അമൻസാലിസം. ഒന്നിന് ദോഷം ചെയ്യും, ഒന്നിന് ഗുണമില്ല ദോഷവുമില്ല. മൈക്കോറൈസൽ അസോസിയേഷൻ ഈസ് പ്രസന്റ് ഇൻ റൂട്ടും ഫംഗസും ആയിട്ടുള്ള അസോസിയേഷൻ ആണ് മൈക്കോറൈസൽ. രണ്ടുപേർക്കും പ്ലസ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് ആൽഗ, ലൈക്കൻ. ടേം എഡാഫിക് ഫാക്ടർ. എഡാഫിക് ഫാക്ടർ സോയിലുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സോയിലുള്ള നോൺ ലിവിങ് ഫാക്ടേഴ്സ്, സോയിലിന്റെ രൂപമാവാം, നിറമാവാം, pH ആവാം, ഇത് ലിവിങ് തിങ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എഡാഫിക് ഫാക്ടർ. സോയിലിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അഡാപ്റ്റേഷൻ സങ്കൻ സ്റ്റൊമാറ്റ ആർ ഫൗണ്ട് ഇൻ. ഇത് PSC എവിക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ് കമ്മ്യൂണിറ്റി ദാറ്റ് ഗ്രോ ഇൻ മാർഷി സലൈൻ ഹാബിറ്റാറ്റ്. മാർഷി സലൈൻ ഹാബിറ്റാറ്റിലുള്ളത് മാംഗ്രോവ്സ്. നമുക്കറിയാം ഡെൽറ്റയില് സുന്ദർബനൊക്കെ മാംഗ്രോവ്സ്. എക്കോളജിക്കലി ഓഡ് വൺ എമംഗ് ദ പ്ലാന്റ്സ് ആർ റൈസോഫോറ. അബ്രിവിയേഷൻ ഫോർ MAB, മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. 96B. Endemic plants are defined as the plants growing in geographically limited area. Endemic. Rhinos are exploited for its PSC എവിക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. Palav's para autography of Salim Ali. National Park declared for protection of Nilagiri Thar. ഇരവികുളം മൂന്നാറിലാണ്. ഓർക്കുക, ഇരവികുളത്ത് മാത്രമല്ല വരയാടുള്ളത്, പുറത്തുമുണ്ട്. സംരക്ഷിക്കുന്ന നാഷണൽ പാർക്കാണ് വരയാട് എന്ന് പറയുന്നത്. PSC ആവർത്തിച്ച ചോദ്യമാണിത്, നോട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇമെയിൽ ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. പാർട്ട് 1 വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. പാർട്ട് 2 നമ്മൾ 120 PYQ സെക്ഷൻ ചെയ്തു. സ്പെഷ്യൽ ടോപ്പിക് ബീറ്റ് ഫോറസ്റ്റ് തന്നെ. ഇനിയൊരു 60 കൂടെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പാർട്ട് 3 മൊത്തം 180 നമ്മൾ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഏതെങ്കിലും സ്പെഷ്യൽ
സ്പെഷ്യൽ ടോപ്പിക് ഏതെങ്കിലും ഏരിയ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെയിലിലോ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.